ഹലോ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ബയോ ഹോം. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ പാലായിൽ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റംബൂട്ടാൻ മരമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അതെല്ലാം പറിക്കാനുള്ള പരിപാടികളാണ്. വന്ന സ്ഥിതിക്ക് പരമാവധി മുതലാക്കുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റംബൂട്ടാനൊക്കെ പറിക്കുകയാണ്. അവിടെ ഒരു കമ്പിൽ മേളിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, നിങ്ങൾക്ക് ഇവിടെ ക്യാമറയിൽ കൂടെ ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല, കുറേ പഴുത്തിടപ്പുണ്ട്. അത് ചായച്ചിട്ട് വേണം അത് പറിക്കാൻ. നമുക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ഉണ്ടല്ലേ? ഫ്ലഷ് ഉണ്ടെന്നോ ഞാൻ കാണിച്ചു തരാൻ പോകാന്നിട്ട്. ബഡൊക്കെ ഇങ്ങനെ തന്നെയാണ് കൂടുതലും, നാടനേക്കാളും കണ്ടോ. ഇതിനകത്ത് കുരു വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ കഴിക്കാൻ പറ്റും. ഈ നാടൻ കഴിക്കുമ്പോൾ കുരു ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ല, കുറച്ച് ആ കുരുവിൽ ഇരിക്കണ പോലെ. പക്ഷെ ഇതങ്ങനെയില്ല കേട്ടോ. ഇത് നമുക്ക് അതിന് കുരു നന്നായിട്ട് എടുക്കാൻ പറ്റും, നല്ല ഫ്ലഷ് ഉണ്ട്. അപ്പോൾ ഇതിലെ ആ മര കമ്പ് ചായച്ചിട്ട് പറിയാവേ. ഇതുണ്ടോ കുരു? എടുക്കാൻ പറ്റും, പെട്ടെന്നുണ്ട് കടിച്ചെടുക്കാം അല്ലേ. ചില ടൈപ്പ് അതിൻ്റെ ഈ കുരുവെന്ന് ഫ്ലഷ് വിട്ടു പോരാൻ പാടാണ്. അതുകൊണ്ട് പക്ഷെ നാടന് മധുരം കൂടുതലുണ്ടെന്ന് തോന്നല്ലേ? ആ, ഇതിന് ഒട്ടും പുളിയില്ല കേട്ടോ. ബാബാ പറയ്ക്ക്. എവിടെ പണിയാവണം, കിട്ടും. ഒടിക്കല്ലേ? ആ, അങ്ങനെ പറയാല്ലേ. അങ്ങനെ ഒടിച്ചെടുക്കണേ. ആ, ഇവിടെയൊക്കെ ഉണ്ട്. റംബുട്ടാൻ കുലകൾ ഇങ്ങനെ കമ്പോളോടി ഒടിക്കാനാ? കടയിൽ പോവോ? കേടായി പോണേ, നല്ല റെഡായിട്ട് ഇനിയുണ്ട്. ഇത് വാവലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. വാവല് നിപ്പയുള്ളതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. പക്ഷെ നെറ്റിട്ട് നിർത്തുകയാണെങ്കിൽ വീണിട്ട് പറിക്കണം. മുഴുവൻ ഉറുമ്പ് കയറി പോകുന്നതാണ്. എൻ്റെ കൈ നോക്കി കറുത്ത ഒരു ഉറുമ്പ് കടിക്കുകയല്ല, പക്ഷെ ഇങ്ങനെ ഭയങ്കര ശല്യമാണ്. ഓ, അത്